ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽമിയുടെ പുതിയ 5G സ്മാർട്ട് ഫോണാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. പുതിയ എന്ന് പറയാൻ പറ്റില്ല, റിയൽമിയുടെ ഫസ്റ്റ് 5G ഡിവൈസ് ആണ് നമ്മുടെ റിയൽമി X50. സോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അപ്പുറത്ത് വരുന്ന ആ ഒരു ബെല്ലൈക്കനോട് അമർത്താം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് റിയൽമിയുടെ ഫസ്റ്റ് 5G ഡിവൈസ് കൂടിയാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.44 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഫുൾ HD+ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5 ആണ് ലഭിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 765G ഒക്ടാകോർ പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 10 കസ്റ്റമൈസ്ഡ് കളർ OS 7 ആണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വേരിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6GB റാം, 8GB റാം എന്നീ വേരിയൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇന്റേണൽ സ്റ്റോറേജിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 128GBയും 256GB ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 64 മെഗാപിക്സലിലെ മെയിൻ സെൻസർ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കും. സോണിയുടെ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ലെൻസ് പിന്നെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് 2 മെഗാപിക്സലിലെ മാക്രോ ലെൻസും പിന്നെ ഒരു 2 മെഗാപിക്സലിലെ ഡെപ്ത് സെൻസറുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും നമുക്ക് റിയർ സൈഡിൽ കാണാം. സെൽഫി ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡുവൽ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെയാണ് ലഭിക്കുന്നത്. 32 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സലാണ് സെൽഫി ക്യാമറകൾ വരുന്നത്. നമ്മൾ റെഡ്മി K30 കണ്ട അതേ ഒരു ഡുവൽ സെൽഫി ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും ലഭിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഒപ്പം 30 വോട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ നമുക്ക് ഏകദേശം 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഏകദേശം 70% ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ USB Type-C പോർട്ടാണ് ലഭിക്കുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ 2 ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും, പിന്നെ നമുക്ക് ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സിസ്റ്റവുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റിയൽമി X50 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പോളാർ എന്നൊരു പുതിയ കളർ വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റും അതുപോലെ തന്നെ പ്രൈസുമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് January 7th ആണ് 2020. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 30,000 രൂപയ്ക്ക് താഴെയായിരിക്കും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്നാണ് അറിയാൻ സാധിച്ചത്. കറക്റ്റ് ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കനോട് അമർത്താം. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ഗുഡ് ബൈ.